ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ എക്സലിൽ ഉപയോഗിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 25 ഫോർമുലാസ് ChatGPT ചോദിച്ച് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 25 ഫോർമുലാസ് ഏതൊക്കെയാണെന്നാണ് ചെക്ക് ചെയ്തത്. അതിൽ തന്നെ നമ്മൾ ഒഴിവാക്കിയ കുറച്ച് ഫോർമുലാസ് ഉണ്ട്. ഇവിടെ ഏകദേശം എത്രയാണ്, 7 ഫോർമുലാസ് നമ്മൾ ഒഴിവാക്കിയിരുന്നു. ബിക്കോസ് അത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. ഈവൻ നിങ്ങൾ ആ മുൻപത്തെ വീഡിയോയിൽ ഇവിടെ പറഞ്ഞ ഇതൊഴികെയുള്ള ബാക്കി ഫോർമുലാസ് തന്നെ ഇനഫ് ആണ് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനൊക്കെ, അല്ലെങ്കിൽ എക്സലിൽ നിങ്ങളൊരു ഫ്ലുവൻ്റ് ആണെന്ന് പറയാൻ ദിസ് ഇസ് ഇനഫ്. പക്ഷെ ഞാൻ ഇവിടെ ഇതും കൂടെ പറയാമെന്ന് വെച്ചാൽ ഓൾറെഡി ChatGPT പറഞ്ഞതാണ്. സോ ഇവിടെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഇൻഡെക്സ് മാച്ച് ഒക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഡേ ടു ഡേ ലൈഫിൽ അങ്ങനെ ഉപയോഗിക്കാത്തൊരു സാധനങ്ങളാണ്. ഓക്കെ, ഇൻഡയറക്റ്റ് ഇത് ഉപയോഗിക്കാനേ ചാൻസ് കുറവാണ്. ആസ് എ ബിഗിനർ ആൻഡ് ഇൻ എൻ ഇന്റർവ്യൂ ഇതൊന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല. സോ ഞാനിത് ഡിസ്കസ് പോലും ചെയ്യുന്നില്ല. നോട്ട് ഇമ്പോർട്ടൻറ്റ്. Find search is also not important. Okay, sequence array, this is also not important. These three things we will avoid in this video. Okay, so ഞാൻ പറഞ്ഞുള്ളത് കൺട്രോൾ ക്ലിക്ക് ചെയ്ത് ഞാൻ ഈ 3 റോസും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഡിം ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഫോർമാറ്റ് ചെയ്യുന്ന എങ്ങനെ, ഇത് ഗൂഗിൾ ഷീറ്റ് ആണ്, ഞാൻ എക്സൽ അല്ല. കാരണം എൻ്റെ എക്സൽ ഇതിൽ പല ഫോർമുലാസ് ഉപയോഗിക്കാൻ കേപ്പബിൾ അല്ല. കാരണം ഓരോ എക്സലും പുതിയ പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ 2019 മോഡൽ, 2016 മോഡൽ, 7 മോഡൽ അങ്ങനെ ഉണ്ടല്ലോ. സോ ഇത് ഗൂഗിൾ ഷീറ്റ് ആണ്. സോ ഞാനിങ്ങനെ ഫോർമാറ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഇതിൽ ഗ്രിഡ് ലൈൻസ് കാണുന്നത് വലിയ ഇഷ്ടമല്ല. ഇവിടെ കണ്ടോ, ഗ്രിഡ് ലൈൻസ് ഇല്ല. ഐ മീൻ ദിസ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ്. സോ ഇവിടെ വ്യൂവിൽ പോകാം, ഷോ ഗ്രിഡ് ലൈൻസ് ഒഴിവാക്കാം. ഓക്കെ, ഗ്രിഡ് ലൈൻസ് ഒക്കെ ഒഴിവാക്കി നമുക്കൊരു ടേബിൾ ചെയ്യാം. ഓക്കെ, ഞാനിത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയൊരു ഡാറ്റ ഇവിടെ ടേബിൾ. ഓക്കെ, ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ദിസ് വെരി ഡാർക്ക് ടേബിൾസ്. ഇത് കുറച്ച് ലൈറ്റർ ടേബിൾസ് ആക്കി. പിന്നെ ഹെഡേഴ്സ് നമുക്ക് ബോൾഡ് ചെയ്യാം. കൺട്രോൾ ബിയും ഉപയോഗിക്കാം. കൺട്രോൾ ബി ഉപയോഗിച്ച് ബോൾഡ് ചെയ്യാം. പിന്നെ ഹെഡേഴ്സിന് ഇത് നമുക്ക് കളർ ഡിഫറെൻ്റ് ആയി കൊടുക്കാം. സോ ഇത് റീഡബിൾ അല്ല, ലെറ്റേഴ്സ് നമുക്ക് വൈറ്റ് ആക്കാം. ഓക്കെ, നൗ ഇറ്റ്സ് റീഡബിൾ ആൻഡ് ലുക്സ് ഗുഡ്. സോ ഇതിൽ നമ്മൾ 1, 2, 3, 4, 5 ഈ 5 കാര്യങ്ങളാണ്. അതിൽ ഈ ഒരു കാര്യം, ദിസ് ഫോർമുല ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, റിയലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇൻഡെക്സ് മാച്ച് വെച്ച് തുടങ്ങാം. ഞാനിവിടെ ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഡാറ്റ എന്ന് വെച്ചാൽ ഒരു ഷോപ്പിലെ ഡാറ്റ എന്ന് വിചാരിക്കാം. ഡാറ്റ ഒരു ഷോപ്പിലെ ഡാറ്റ എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇവിടെ ഐറ്റം, ആ ഐറ്റത്തിൻ്റെ MRP, എത്ര ഐറ്റം ആ ഒരു ഷോപ്പിലുണ്ട്, പിന്നെ ഇതിൻ്റെ ടോട്ടൽ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻറ്റു MRP. ഓക്കെ, സോ ഓൾറെഡി ഗൂഗിൾ സജസ്റ്റ് ചെയ്ത് ഞാൻ ഷിഫ്റ്റ് ഡൗൺ ആരോക്കെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതല്ല. കൺട്രോൾ ഡി ഫോർ ഡ്രാഗിങ് ഇറ്റ് ഡൗൺ. കൺട്രോൾ ഡി. ഓക്കെ, സോ ഇതിൻ്റെ സമ്മം കിട്ടി. നമുക്കിതെല്ലാം മിഡിലിൽ അറേഞ്ച് ചെയ്യാം. ഞാൻ ഈ ഫോർമാറ്റിംഗ് ഒഴിവാക്കിയാണ്, കാരണം നിങ്ങൾക്ക് കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ അത് മനസ്സിലാവുമല്ലോ. സോ സെൻട്രൽ അലൈൻ ചെയ്തിട്ടുണ്ട് എല്ലാ ഡാറ്റയും. ഞാനൊരു ടേബിളിൽ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഹെഡേഴ്സ് ഞാൻ കളർ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഞാനിവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോർമുലാസ് ഒക്കെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി, ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ലെങ്തി ആയിപ്പോയി. സോ ബട്ട് ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡെക്സ് ആൻഡ് മാച്ച്. സോ ഇൻഡെക്സ് ആൻഡ് മാച്ച് ഇത് രണ്ടും ഒരുമിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. അല്ലാണ്ട് മാച്ച് സെപ്പറേറ്റ് ആയിട്ടും ഇൻഡെക്സ് സെപ്പറേറ്റ് ആയിട്ടും അങ്ങനെ ഉപയോഗിക്കുന്നതിന് കാണില്ല. നമ്മൾ കൂടുതലായും ഇത് ഇൻഡെക്സ് മാച്ച് എന്ന് പറഞ്ഞ് ഒരുമിച്ചാണ് ഉപയോഗിക്കാറ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് മാച്ച് എന്താണെന്ന് നോക്കാം. മാച്ച് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഇതിൽ ഇപ്പോൾ ഒരു 2 lakh റോസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ആ 2 lakh റോസിൽ പെൻസിൽ എന്നുള്ള ഐറ്റം എത്രാമത്തതാണ്, നിങ്ങളുടെ ഈ ഒരു സെലക്ട് ചെയ്ത റീജിയണിൽ എത്രാമത്തെ റാങ്ക് ആണ് ഈ ഒരു പെൻസിൽ എന്നുള്ളതിന് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ, ഇവിടെ ഈക്വൽ ടു മാച്ചാണ് നമ്മുടെ ഫോർമുല. ഇവിടെ താഴെ വന്നിട്ടുണ്ട്. ടാബ് ക്ലിക്ക് ചെയ്യാൻ ഫോർമുല ഓപ്പൺ ചെയ്തു. ഇനി ഇവിടുന്ന് ഞാൻ സെർച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഐറ്റം മുതൽ, അല്ലെങ്കിൽ ഞാൻ താഴത്തെ ഈ ഒരു റോ ആണ് സെലക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഫോർമുല ഓപ്പൺ ചെയ്തു, മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു. ഓക്കെ, സോ E3 to E8, E3 to E8 എന്നുള്ള റോസ് ഞാൻ സെലക്ട് ചെയ്തു. ഇത്രയും ഏരിയ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. കോമ. ഇനി എന്താണ് എനിക്ക് വേണ്ടത്? ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്തു. ഓക്കെ, ആൻഡ് സെർച്ച് ടൈപ്പ്, നെക്സ്റ്റ് സെർച്ച് ടൈപ്പ്.
സോ ഇത് 0 ആണ്. ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് സെർച്ച് കീ ആണ്. ഏത് വേർഡാണ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ആ കണ്ടുപിടിക്കേണ്ട റേഞ്ച് അത് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തു. നെക്സ്റ്റ് സെർച്ച് ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വീലുക്കപ്പ് ചെയ്യുമ്പോഴും ലാസ്റ്റ് ട്രൂ ഓർ ഫോൾസ് കൊടുക്കാറുണ്ട്. അതുപോലെ 0 1 എന്ന് പറയും. ഫോൾസ് ആണെങ്കിൽ 0, 1 ആണെങ്കിൽ ട്രൂ. ഓക്കെ, സോ ഈ 0 ഫോൾസ് എന്ന് വെച്ചാൽ എക്സാക്ട് മാച്ച്. അതായത് ഈ പെൻസിൽ എന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പെൻസിൽ എന്നുള്ളത് ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് ഡാറ്റ കിട്ടുക. കാരണം അതർവൈസ് എക്സാക്ട് മാച്ച് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് മാച്ച് അതിന് സാമ്യമായുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 1 അല്ലെങ്കിൽ ട്രൂ എന്ന് കൊടുക്കുന്നത്. ഞാനിവിടെ 0 ആണ് കൊടുക്കുന്നത്. ഓക്കെ, സോ എനിക്കിവിടെ വരുന്ന ടേം ഏതാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്? പെൻസിൽ എന്നുള്ള ടേമാണ്. ഞാൻ ഡബിൾ കോഡ്സിൽ എഴുതാണ് പെൻസിൽ. ഓക്കെ, പെൻസിൽ കോഡ്സ് ഞാൻ ക്ലോസ് ചെയ്തു. സോ സെർച്ച് കീ എന്താണ്? എൻ്റെ പെൻസിലാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏത് റേഞ്ചിലാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു റേഞ്ചിൽ നിന്നാണ് എനിക്ക് പെൻസിൽ കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് മാച്ച് ടൈപ്പ്, സെർച്ച് ടൈപ്പ് എന്താണ്? 0, അതായത് എക്സാക്ട് മാച്ച്. ഈ പെൻസിൽ എന്നുള്ളത് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിന്റെ റാങ്ക് 3 ആണ് ഇത് പറയുന്നത്. അതായത് ഈ ഒരു റാങ്കിൽ പെൻസിൽ എന്നുള്ളത് മാച്ച് 3 ആണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. 1 2 3. E3 to E8 പെൻസിൽ എന്നുള്ളത് 3 ആണ്. നമുക്കത് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻഡെക്സ്. ഓക്കെ, ഈ ഇൻഡെക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ടേബിളിൽ ഇത്രയും ഡാറ്റ ഉണ്ട്. ഒരു 1 lakh റോ ഉള്ള ഒരു ടേബിൾ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൽ എന്നോട് പറയാണ് ഇതിലെ ഒരു 55,000 50,000 റോ ഏതാണോ അതിൻ്റെ വാല്യൂ എനിക്ക് കണ്ടുപിടിക്കണം. ആ 50,000 വാല്യൂ എന്താണ് അതെനിക്ക് എന്താണെന്ന് അറിയണം. ഓക്കെ, അല്ലെങ്കിൽ 60,000 വാല്യൂ എന്താണെന്ന് അറിയണം. ഞാൻ സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്കൊരു ഇൻഡെക്സ് ഇട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈക്വൽ ടു ഇൻഡെക്സ്. ഓക്കെ, ഫോർമുല ഓൾറെഡി സജസ്റ്റ് ചെയ്തു. ഞാൻ ഒന്നും കൂടെ ടൈപ്പ് ചെയ്യാം. ഇൻഡെക്സ് ഞാൻ ഫോർമുല എഴുതാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇൻഡെക്സ്. സോ ഈ ഇത്രയും റോസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതിൽ 5ാമത് കിടക്കുന്നത് ഞാൻ വലിയ റോസ് ആണെങ്കിൽ 50,000 റോ ഏതാണെന്ന് ചോദിക്കാൻ പറ്റുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇത്രയിൽ 5ാമതുള്ളത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ റോ ഞാൻ സെലക്ട് ചെയ്തു, ക്ലിക്ക് ചെയ്തു. ഓക്കെ, 5ാമതുള്ളത് ബോട്ടിലാണ്. 5ാമതുള്ളത് ബോട്ടിലാണ്. സോ പെട്ടെന്ന് നമുക്ക് ഇത്രയും ഡാറ്റാസ് കിട്ടുന്ന സെൻറ്റർ അലൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മളോട് ആരും ചോദിക്കുകയാണ് 1,00,000 റോയിലുള്ള വാല്യൂ എന്താണ്? ഓക്കെ, അങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പോൾ ബോട്ടിലല്ല, ഞാൻ ഇതിലെ നമ്പർ ഓഫ് ഐറ്റംസ് എത്രയാണെന്ന് അറിയേണ്ടത് എനിക്ക്. ഞാൻ ഇവിടെ E3 to E8 എന്നുള്ളതിന് പകരം G3 to G8 എന്നാക്കിയാൽ എനിക്ക് ആ 5ാമതുള്ള സാധനത്തിൻ്റെ നമ്പർ ഓഫ് ഐറ്റംസ് എത്ര ഐറ്റംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 5ാമതുള്ള ഐറ്റംസ് ബോട്ടിലാണ് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിൻ്റെ എത്ര ഐറ്റംസ് ഉണ്ടെന്ന് വെച്ചാൽ 90 ഐറ്റംസ് ഉണ്ട്. ഓക്കെ, സോ ഇൻഡെക്സ് മാച്ച് ഒരുമിച്ച് ഉപയോഗിക്കുന്ന യൂസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു ഐറ്റം ഉണ്ട്, നിങ്ങൾക്കറിയില്ല ആ ഐറ്റത്തിൻ്റെ റാങ്ക് എത്രയാണെന്ന് അറിയില്ല. ഇൻഡെക്സ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ആ ഐറ്റത്തിൻ്റെ റാങ്ക് എത്രയാണെന്ന് അറിയുമ്പോൾ മാത്രമാണ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നത്. മാച്ച് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ ഒരു ഐറ്റം ഉണ്ട്, അതിൻ്റെ റാങ്ക് നിങ്ങൾക്ക് അറിയില്ല. അപ്പോഴാണ് നിങ്ങൾ അതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാനാണ് ഈ എന്താ പറയുക ഇൻഡെക്സ് മാച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇൻഡെക്സ് ആൻഡ് മാച്ച് ടുഗദർ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ യൂസ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഐറ്റം, ഇപ്പോൾ പെൻസിൽ ഉള്ളത് ഈ റോയിൽ എത്രാമത്തെ ആണെന്നും അറിയില്ല, നിങ്ങൾക്ക് അതിൻ്റെ എത്ര ഐറ്റംസ് ഉണ്ടെന്നും അറിയില്ല. സോ നമുക്ക് ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ ആവുന്നതാണ്. സോ ഫസ്റ്റ് നമുക്ക് മാച്ച് ഉപയോഗിക്കാം. ഈക്വൽ ടു മാച്ച് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? പെൻസിൽ എത്രാമതാണെന്ന് ഫസ്റ്റ് കണ്ടുപിടിക്കാം. പെൻസിൽ എത്രാമതാണ്? പെൻസിൽ എവിടെയാണ് എഴുതിയിട്ടുള്ളത്? ഇതാണ് നമ്മുടെ സെർച്ചർ. ഇതിലാണ് പെൻസിൽ കണ്ടുപിടിക്കേണ്ടത്. 0, അപ്രോക്സിമേറ്റ് അല്ല, കറക്റ്റ് പെൻസിൽ എന്നുള്ളതുണ്ടെങ്കിൽ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇപ്പം 3ാമതാണ് പെൻസിൽ എന്നുള്ള ഐറ്റം ഉള്ളത്. 3ാമതാണ് പെൻസിൽ എന്ന ഐറ്റം ഉള്ളത്. ഇനി എന്താണ് എടുക്കേണ്ടത്? ഈ 3ാമതുള്ള ഐറ്റത്തിന്റെ നമ്പർ ഓഫ് ഐറ്റംസ് എത്രയാണ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് നമുക്ക് മാച്ച് ഉപയോഗിക്കാം. സോ ഈ 3 എന്നുള്ളത് നമുക്ക് ഓൾറെഡി കിട്ടി. ഇവിടെ നമ്മൾ എങ്ങനെയാണ് കൊടുത്തത്? ഈ ഒരു റേഞ്ചും പിന്നെ ഇതിന്റെ റാങ്കും 5. ഈ 5 എന്നുള്ളതിന് പകരം നമുക്ക് 3 എന്നുള്ളത് ഓൾറെഡി കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമുലക്ക് ഈ 5ന് പകരം ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാൽ മതിയല്ലോ. മനസ്സിലായോ? ഈ ഒരു ഇൻഡെക്സ് നമുക്ക് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നതിന് പകരം അത് നമുക്ക് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമുക്ക് ഫോർമുല എഴുതാം. അതിന്
ഇൻഡെക്സ് ഏതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഈ റേഞ്ചിൽ നിന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര ഐറ്റംസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ അത് ഓക്കെ. ഇനി ഇതിൻ്റെ ഇൻഡെക്സ്, ഇതിൻ്റെ വാല്യൂ എന്താണ്? 3 ആണ്. ഈ എത്ര പേരുള്ളതിൻ്റെ വാല്യൂ 3 ആണ്. സോ ഈ മൂന്നാമതുള്ള പെൻസിലിൻ്റെ എത്ര ഐറ്റംസ് ഉണ്ടെന്ന് നോക്കിയാൽ ഇത്രയും ചെയ്താൽ മതി. 250 കറക്റ്റ് അല്ലേ? പെൻസിൽ എത്ര എണ്ണം ഉണ്ട്? 250 ഉണ്ട്. സോ ഇത് അത്രയും സിമ്പിളാണ്. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ബോട്ടിലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇവിടെ ഞാൻ പെൻസിലിന് പകരം ഞാൻ ബോട്ടിൽ ടൈപ്പ് ചെയ്യാം. ബോട്ടിൽ. ഓക്കെ, ബോട്ടിൽ തന്നെ ഉണ്ട് 90 ഐറ്റംസ് ഉണ്ട്. സോ ദിസ് ഈസ് ഹൗ ഈസി. ഇതാണ് ഇൻഡെക്സ് ആൻഡ് മാച്ച്. ഇത് ബിഗിനർ ലെവലിൽ നിങ്ങൾക്ക് ഒരിക്കലും ചോദിക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇത് അറിഞ്ഞു വെച്ചാൽ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം. കാരണം ഇറ്റ്സ് വെരി നൈസ് ടു നോ, റൈറ്റ്? ഇവിടെ ഇപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ സോർട്ട് നോക്കാം. സോർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് പിന്നെയും മനസ്സിലാവും. ഓക്കെ, റാങ്ക് എന്നുള്ളത് ഇവിടെ വെച്ചിട്ട് ഞാൻ സോർട്ടിലേക്ക് പോവുകയാണ്. സോർട്ട് എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങളുടെ ഐറ്റംസ് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ ഈ ഐറ്റംസ് സോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കിവിടെ നമ്പേഴ്സ് ഇട്ട് സോർട്ട് ചെയ്യാം. ഈക്വൽ ടു സോർട്ട്, ഇതിൻ്റെ MRP വെച്ച് സോർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ്. ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോർട്ട്. ഓക്കെ, സോർട്ടിനോട് ക്ലിക്ക് ചെയ്തു. ഏതാണ് റേഞ്ച്? എനിക്ക് വേണ്ടുന്നത് ബുക്ക്, പെന്ന്, ഇതിൻ്റെതാണ്. ഈ ഐറ്റംസ് ആണ് ഞാൻ സോർട്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ MRP. ഇവിടെ ഞാൻ അതാണ് ചെയ്തത്, ബേസ്ഡ് ഓൺ MRP. ദാറ്റ്സ് വൈ ഇറേസർ കെയിം ഹിയർ. ഓക്കെ, ഇത് ഡിസെൻഡിങ് ഓർഡറിലാണുള്ളത്. ഓക്കെ, ഗോട്ട് ഇറ്റ്. സോ ഈ ഒരു ഐറ്റംസ് ഞാൻ സോർട്ട് ചെയ്യാൻ പോവാണ് ബേസ്ഡ് ഓൺ MRP. MRPൻ്റെ ബേസിൽ ഈ ഐറ്റംസ് സോർട്ട് ചെയ്യും. ഓക്കെ, ഇനി അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ആണോ? അസെൻഡിങ് ആണ് വേണ്ടെങ്കിൽ 1 കൊടുക്കുക, ഡിസെൻഡിങ് ആണ് വേണമെങ്കിൽ 0 കൊടുക്കാൻ. അസെൻഡിങ് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഏറ്റവും വില കുറഞ്ഞത് ഏതാണ്? പെൻസിലാണ്. ഏറ്റവും വില കുറഞ്ഞത് പെൻസിലാണ്. സോ അസെൻഡിങ് ഓർഡറിൽ ഇത് സോർട്ട് ചെയ്തിട്ടുണ്ട്. ഗോട്ട് ഇറ്റ്. ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുന്നതാണ് സംഭവം. ഈ ഒരു റാങ്ക് എന്നുള്ള ഒരു കീവേഡിൻ്റെ യൂസ്, ഫംഗ്ഷൻ്റെ യൂസ്, ഇത് മോസ്റ്റ്ലി ഐ വിൽ സേ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരില്ല. റാങ്ക് ആൻഡ് റാങ്ക് EQ രണ്ട് സെയിം ആണ്. ഈ റാങ്ക് കണ്ടുപിടിച്ചതിന് കുറച്ച് ശേഷമാണ് റാങ്ക് EQ കണ്ടുപിടിച്ചത്. കാരണം റാങ്ക് എന്നുള്ള ഫംഗ്ഷൻ കണ്ടുപിടിച്ചതിന് ശേഷം റാങ്ക് EQ, റാങ്ക് ആവറേജ്, അങ്ങനെ ഡിഫറെൻറ്റ് ഐറ്റംസ് കണ്ടുപിടിച്ചു. നമ്മളിവിടെ റാങ്ക് മാത്രം പരിചയപ്പെടാം. സോ ഇവിടെ റാങ്ക് എന്താണ് നമുക്ക് നോക്കാം. റാങ്കും ഈ റാങ്ക് ഡോട്ട് EQയും ബോത്ത് ആർ സെയിം ആണ്. ഓക്കെ, സോ ഇതൊരു ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഒന്നുമല്ല. ബിക്കോസ് ഇതത്ര ആവശ്യം വരില്ല നിങ്ങൾക്ക്. ഞാൻ എന്നാലും പറഞ്ഞുതരാം. ഓക്കെ, ഈ റാങ്ക് ഈ ഒരു ഡാറ്റ സെറ്റിൽ 8 എന്നുള്ളത് അല്ലെങ്കിൽ 450, 450 എത്രാമത്തെ റാങ്ക് ആണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 1. ഈ ഒരു MRPകളിൽ 450 എത്രാമത്തെ റാങ്ക് ആണെന്ന് കണ്ടുപിടിക്കാം. 5ാമത്തെ റാങ്കാണ് ഈ 450 വരുന്നത്. അസെൻഡിങ് ഓർഡറിൽ 8 ആദ്യം വരും, പിന്നെ 10, 2, 3, 10 വരും. ഇത് രണ്ട് സെയിം റാങ്ക് ആയിരിക്കും. ഇതും സെയിം റാങ്ക് ആയിരിക്കും. അത് 1 ഇവിടെ റാങ്ക് എങ്ങനെ വരും എന്ന് വെച്ചാൽ 1 വരും ഇവിടെ, ഇത് 2 വരും, ഇതും 2 വരും. ഓക്കെ, ദെൻ ഇത് 3 വരില്ല, ഇത് 4 വരും. ഓക്കെ, കാരണം ഇവിടെ ഓൾറെഡി 1, 2, 3 എന്നുള്ള രീതിയിൽ കാണും. പിന്നെ ഒരു റോ സ്കിപ്പ് ചെയ്യും, ബിക്കോസ് രണ്ടിനും ഒരേ റാങ്ക് ആണല്ലോ വന്നത്. പിന്നെ അടുത്ത റോ സ്കിപ്പ് ചെയ്തതിനു ശേഷം 4 എന്നുള്ളത് വരും. നെക്സ്റ്റ് 450യുടെ 5 എന്ന് വരും, ഇത് 6 എന്ന് വരും. അതിൽ 450യുടെ റാങ്കാണ് നമ്മളിപ്പോൾ 5 എന്ന് കണ്ടുപിടിച്ചത്, വിച്ച് ഇസ് കറക്റ്റ്. ഓക്കെ, 450 5ആണ്. ഓക്കെ, അതത്ര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അതിവിടെ എന്തായാലും എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. നെക്സ്റ്റ് ഫിൽട്ടർ നിങ്ങൾക്ക് ബിഗിനർ ലെവൽ ഒരിക്കലും ചോദിക്കാൻ പോകുന്നില്ല, പക്ഷേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫോർമുലയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് വേണം ഏതൊക്കെ ഐറ്റംസിന് 500-ൽ മുകളിൽ അല്ലെങ്കിൽ 10 രൂപയ്ക്ക് മുകളിൽ ഏതൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കണമെന്ന് വിചാരിച്ചോ. അത് നിങ്ങൾ എന്ത് ചെയ്യാം? ഈക്വൽ ടു ഫിൽട്ടർ എന്ന് ടൈപ്പ് ചെയ്യാം. ഫിൽട്ടർ ഐറ്റംസ് ആണ് നമ്മൾ അത് നോക്കുന്നത്. ഏതൊക്കെ ഐറ്റംസ് ആണ് 10 രൂപയ്ക്ക് മുകളിലുള്ളത്. ഓക്കെ, കോമ, ഇനി കണ്ടീഷൻ പറയാം. MRP ഗ്രേറ്റർ ദാൻ 10 രൂപ. ഓക്കെ, ബുക്ക്, ബാഗ്, ബോട്ടിൽ, ഈ 3 ഐറ്റംസ് ആണ് 10 രൂപയ്ക്ക് മുകളിലുള്ളത്. ഇനി 1000 രൂപയ്ക്ക് മുകളിൽ എത്രയുണ്ട്? ഒന്ന് ബാഗ്. ഓക്കെ, ബാഗ് 1500 രൂപയാണ്. ബാഗ് 1000 രൂപയ്ക്ക് മുകളിലുണ്ട്. 100 രൂപയ്ക്ക് മുകളിൽ ബാഗ് ആൻഡ് ബോട്ടിൽ. സോ ഇത്രയും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫിൽട്ടർ. നമുക്ക് ഏതെങ്കിലും ഒരു കോളം വേറൊരു കോളത്തിൻ്റെ കണ്ടീഷൻ വെച്ച് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആണ്. പഠിച്ചൊക്കെ, പക്ഷേ ബിഗിനർ ലെവലിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ഒരു ചാൻസും ഇല്ല. പക്ഷേ ഒരു നല്ലൊരു എന്താ പറയുക, അറിഞ്ഞിരിക്കാൻ പറ്റിയ നല്ലൊരു ഫംഗ്ഷനാണ്. ഇവിടെ ഞാൻ
ബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഏതൊക്കെ കവർ ചെയ്തു? സോർട്ട് കവർ ചെയ്തു, റാങ്ക് കവർ ചെയ്തു, ഇൻഡെക്സ് മാച്ച് കവർ ചെയ്തു. നെക്സ്റ്റ് ഏതാണ്? യുണീക്ക് ഫിൽറ്റർ കഴിഞ്ഞ് സോർട്ട് കവർ. യുണീക്ക് ഞാൻ മുൻപത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ എക്സൽ കേപ്പബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഓക്കെ, ഞാനിതിവിടെ ഡിലീറ്റ് ചെയ്യാണ്. ഇത് നമ്മുടെ ഒരു ടേബിളാണെന്ന് വിചാരിക്കാം. ഇത് നമ്മുടെ ഒരു ടേബിളാണ്. അത് കൺട്രോൾ പി ചെയ്യാൻ ബോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കളറിങ് ഇറ്റ് ലൈക്ക് ദിസ് ആൻഡ് എവറിത്തിങ് ഇൻ സെൻറ്റർ. ഓക്കെ, സോ ഇതിൽ യുണീക്ക് വേർഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് ഈ ഒരു യുണീക്ക് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൽ യുണീക്ക് ഫംഗ്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. യുണീക്ക്. ഓക്കെ, യുണീക്ക് ഏതൊക്കെയാണ്? ഞാൻ അതിന് വേണ്ടി ഇവിടെ ഫോർമുല ചെയ്താണ്. യുണീക്ക് ഇതിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. യുണീക്ക് വാല്യൂസ് ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് യുണീക്ക് വാല്യൂസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ABC ആൻഡ് സ്മോൾ ലെറ്റർ എഴുതിയിട്ടുണ്ട്, പക്ഷെ രണ്ടും എടുക്കുന്നുണ്ട്. ഓക്കെ, മീൻസ് ഇത് കേസ് സെൻസിറ്റീവ് അല്ല. ഐ മീൻ കേസ് സെൻസിറ്റീവ് ആണ്. സോ സ്മോളർ ആണെങ്കിലും ക്യാപ്സ് ആണെങ്കിലും ഇത് രണ്ടും സെപ്പറേറ്റ് എടുക്കുന്നുണ്ട്. ഇവിടെ JK രണ്ടോടെ റിപ്പീറ്റ് ആകുന്നുണ്ട്, പക്ഷെ ഇവിടെ ഒരു തവണ മാത്രമേ ഉള്ളൂ. ഇവിടെ ടോട്ടൽ കൗണ്ട് 7 ആണ്, ഇവിടെ ടോട്ടൽ കൗണ്ട് 5 ആണ്. 2 ഐറ്റംസ് റിപ്പീറ്റ് ആകുന്നുണ്ട്. സോ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിഗിനർ ലെവലിൽ ചോദിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ്. ഓക്കെ, Ctrl+Shift+E പ്രസ് ചെയ്താൽ നമുക്കിത് സെൻറ്റർ അലൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി Ctrl+C ക്ലിക്ക് ചെയ്തു. ഇവിടെ Ctrl+Alt+V ക്ലിക്ക് ചെയ്താൽ ആ ഫോർമാറ്റ് നമുക്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഫോർമാറ്റ് മാത്രം. ഓക്കെ, ഫോർമുല ഇവിടെ തന്നെയുണ്ട്, ഫോർമാറ്റ് മാത്രം. സോ ഇതും നെക്സ്റ്റ് ആണ് സം പ്രൊഡക്റ്റ്. എനിക്കിതിൽ ഏറ്റവും പറഞ്ഞു തരാനൊരു ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫോർമുലയാണ് സം പ്രൊഡക്റ്റ്. ഇത് അഡ്വാൻസ്ഡ് ആണ്, പക്ഷെ ഇത് നിങ്ങൾ അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ പറയാം. സം പ്രൊഡക്റ്റ് ഒക്കെ അറിയുന്നതാണെങ്കിൽ ഇറ്റ് ഈസ് റിയലി ഗുഡ്. ഓക്കെ, ഈ സം പ്രൊഡക്റ്റ് എവിടെ ഉപയോഗിക്കുക എന്നുള്ളത് കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയി നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. സോ ഇവിടെ ഇപ്പോൾ MRP ഉണ്ട്. ഇതിൻ്റെ സം എത്രയാണ്? എല്ലാത്തിൻ്റെയും ടോട്ടൽ ഞാനിവിടെ എഴുതാം. ടോട്ടൽ. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ ഇവിടെ എത്രയാണ്? ഈക്വൽ ടു സം ഓഫ് ദിസ്. ഇതാണ് ഇതിൻ്റെ ടോട്ടൽ. ഇതേ സാധനം Ctrl+C Ctrl+V ചെയ്താൽ ഇതിൻ്റെ ടോട്ടൽ കിട്ടും. Ctrl+V ചെയ്താൽ ഇതിൻ്റെ ടോട്ടൽ കിട്ടും. ഓക്കെ, സോ നിങ്ങളോട് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ഈ കടയിലെ മൊത്തം സാധനങ്ങളുടെ വില എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും. നിങ്ങൾക്കിത് പറയാൻ പറ്റില്ലല്ലോ, കാരണം ഇത് ഓരോ ഐറ്റത്തിൻ്റെ സമ്മാണ്. ഞാനൊന്ന് സെയിം ഫോർമാറ്റിലേക്ക് മാറ്റാം. എങ്ങനെയാ വെച്ചാൽ Ctrl+C ഇവിടെ വന്നു, Ctrl+Alt+V. ഓക്കെ, ഇതൊന്ന് Ctrl+P ചെയ്ത് ബോൾഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നൗ ഇറ്റ്സ് ലുക്സ് ബെറ്റർ. സോ ഇതിൻ്റെ ടോട്ടൽ, ഈ ഒരു കടയുടെ ടോട്ടൽ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റില്ല, ഇതിൻ്റെ സം പറയാൻ പറ്റില്ല. ഇതാണ് നിങ്ങളുടെ കടയുടെ ടോട്ടൽ വാല്യൂസ്. ഓക്കെ, കട എത്ര വില മതിക്കുന്നു വെച്ചാൽ ഇതാണ് കടയുടെ ടോട്ടൽ വർത്ത്. ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പിന്നെ സം പ്രോഡക്റ്റ് ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇത് ഇൻറ്റു ഇത് ഇവിടെ ചെയ്തു വെച്ചു. ഫംഗ്ഷൻ F2 ക്ലിക്ക് ചെയ്താൽ ഫോർമുല ഓപ്പൺ ആവും. ഇത് ഇൻറ്റു ഇതുമാണ് ഇവിടെ. ഇത് രണ്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് ആണ് ഇവിടെ. ഇതിന് രണ്ടും അങ്ങനെ ഓരോന്ന് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. ഓക്കെ, സോ ഈ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ച വാല്യൂസ് സം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കടയുടെ ടോട്ടൽ വർത്ത് കിട്ടുന്നത്. സോ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ സം പ്രൊഡക്റ്റ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അതായത് ഇത് ഇൻറ്റു ഇത് അങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ച ശേഷം മൊത്തം ആഡ് ചെയ്യാം. സോ സം പ്രൊഡക്റ്റ്. സോ സം പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ആ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ സം പ്രൊഡക്റ്റ്. ഓക്കെ, സോ ദിസ് ഇസ് യുവർ അറേ കോമ ദിസ്. ഇത്ര മാത്രമേ സം പ്രൊഡക്റ്റിൽ ചെയ്യാനുള്ളൂ. സി ദ വാല്യൂസ് ആർ സെയിം. സോ സം പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ആദ്യം ഇത് ഈച്ച് റോസ് തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ അതിൻ്റെ സം എടുക്കും. സോ സം പ്രൊഡക്റ്റ് എന്നുള്ളത് ഒരു വളരെ യൂസ്ഫുൾ ടൂളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെർത്തൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെ എല്ലാ സമയത്തും നിങ്ങൾക്ക് ഓരോ കോളത്തിനും ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ ആഡ് ചെയ്ത് ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ലാസ്റ്റ് സം ചെയ്യാന്നൊക്കെ പറയാൻ പറ്റില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു ഫോർമുല ഉപയോഗിച്ച് ഈ കടയുടെ മൊത്തം വെർത്ത് കാണുന്നുണ്ടെങ്കിൽ സം പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. ഇതിന് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള കുറേ യൂസസ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ അത്രയാണ് ഇത്രയും ഫോർമുലാസിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഫോർമുല, അബ്സല്യൂട്ട് ഫോർമുല, ഇതിൻ്റെ യൂസ് എന്താണ്? ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാ ഇൻ്റർവ്യൂവിലും ചോദിക്കുന്നതാണ്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്. ഞാൻ ഈ ഐറ്റംസ് ഒക്കെ ഇവിടെ ഒന്ന്
താഴെ കുറച്ച് താഴെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യാം. ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, Ctrl+V. എൻ്റെ ഡാറ്റാസ് ഞാൻ ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ സമ്മ് കാണാൻ പറയുകയാണ് നിങ്ങളോട്. സം ഓഫ് MRP ഞാൻ കാണാൻ പറഞ്ഞാണ്. ഓക്കെ, 2033 വിച്ച് ഇസ് കറക്റ്റ്. 2033. ഞാനിപ്പോൾ ഈ ഫോർമുല ഡ്രാഗ് ചെയ്യാണെന്ന് വിചാരിച്ചോ, ഇത് കണ്ടോ കുറഞ്ഞു വരുന്നത്. വൈ? ബിക്കോസ് നിങ്ങളിപ്പോൾ ഇവിടെ ഈ ഫോർമുല ചെക്ക് ചെയ്താൽ ഇപ്പോൾ F32 to F37 ആണ്. ഞാൻ ഫോർമുല ജസ്റ്റ് ഡ്രാഗ് ചെയ്യുമ്പോൾ F33 to F38 ആണ്. അതായത് ഫംഗ്ഷൻ F2 ക്ലിക്ക് ചെയ്താണെങ്കിൽ ഈ ഒരു സെലക്ടഡ് റേഞ്ച് മാറി. അങ്ങനെ ഓരോന്ന് താഴെ പോകുമ്പോഴും ഈ സെലക്ടഡ് റേഞ്ച് മാറി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഫോർമുല ലോക്ക് ചെയ്തിട്ടില്ല. ഓരോ റോ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴും, അതായത് ഇവിടുന്ന് ഡ്രാഗ് ചെയ്യുമ്പോഴും ഈ ഫോർമുലയുടെ റേഞ്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ റേഞ്ച് മാറാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫോർമുല ലോക്ക് ചെയ്യണം. ഓക്കെ, അതിനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈക്വൽ ടു സം. ഞാൻ സാധാരണ പോലെ സം എഴുതി കണ്ടുപിടിച്ചു. ഓക്കെ, സെയിം വാല്യൂ എനിക്ക് കിട്ടി 2033. ഞാനിത് Ctrl+D ചെക്ക് ചെയ്താൽ സെയിം ഫോർമുല മാറി ഓരോ സെല്ല് കഴിയുമ്പോൾ ഫോർമുല മാറി സം ഇൻകറക്റ്റ് ആയി വരികയാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഇത്രയും ഫോർമുല ഞാൻ സെലക്ട്, ഇതാണ് എൻ്റെ ഫോർമുല. ഇതെനിക്ക് ലോക്ക് ചെയ്യണം. ഇത് താഴോട്ട് പോകുന്നവരും ഈ സെൽ റേഞ്ച് എനിക്ക് മാറിക്കൂടാ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഫംഗ്ഷൻ F4. ഇപ്പോൾ കാണാം ഒരു ഡോളർ സിമ്പിൾ എല്ലാത്തിൻ്റെയും കൂടെ വന്നിട്ട് നിൽക്കുന്നത് കാണാം. അതായത് ഈ ഫോർമുല ഇവിടെ ലോക്കായി. ഇനി ഞാൻ ഈ ഫോർമുല ഡ്രാഗ് ചെയ്യാണ്. എനിക്ക് എല്ലാ സ്ഥലത്തും ഈ 2033 മാത്രം കിട്ടും. കാരണം എന്താ? ഫംഗ്ഷൻ F2 ക്ലിക്ക് ചെയ്താൽ ഇവിടെയും നിങ്ങളുടെ ഫോർമുല റേഞ്ച് സെയിം ആണ്, ഇവിടെയും നിങ്ങളുടെ ഫോർമുല റേഞ്ച് സെയിം ആണ്. പക്ഷെ ഇവിടെയാണെങ്കിലും നിങ്ങളുടെ ഫോർമുല റേഞ്ച് ഓരോന്ന് കഴിയുന്നവർ താഴോട്ട് പോവാണ്. സോ ഇതാണ് ഫോർമുല ലോക്ക് എന്ന് പറയാം. ഇത് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ എന്ത് ഫോർമുല എഴുതുമ്പോഴും മാക്സിമം ലോക്ക് ചെയ്ത് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, സോ അത് പിന്നെ അതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് വളരെ യൂസ്ഫുൾ ആണ്. ഈ ഫോർമുല ലോക്കിംഗ് തന്നെ പല തരത്തിലുണ്ട്. അത് എനിക്കിപ്പോൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഫംഗ്ഷൻ F4 ഒരിക്കൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ എല്ലാ ഡോളർ സിമ്പിളും എല്ലാ ഇതിൻ്റെ കൂടെയും വന്നത്. ഞാൻ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്താൽ ഫംഗ്ഷൻ F4 ആണ്. ഫംഗ്ഷൻ F4 ക്ലിക്ക് ചെയ്താൽ ഈ നമ്പേഴ്സിൻ്റെ കൂടെ മാത്രം വരും. ഓക്കെ, ഒന്നും ക്ലിക്ക് ചെയ്താൽ ഈ ലെറ്റേഴ്സിൻ്റെ കൂടെ മാത്രം വരും. ഒന്നും ക്ലിക്ക് ചെയ്താൽ ഫോർമുല ബാർ മൊത്തം പോയി, അതായത് ഇതേ ഈ ഒരു ലെവലിലേക്ക് മാറി. ഒന്നും ക്ലിക്ക് ചെയ്താൽ എല്ലാം ലോക്കായി. അത് നമ്മുടെ ഇപ്പോഴുള്ള ഫോർമുല. ഓക്കെ, ഇതിന് ഓരോന്നിനും ആപ്ലിക്കേഷനാണ്. അതായത് ഇപ്പോൾ ഞാൻ 55 100 സം ചെയ്യാം. ഓക്കെ, ഞാനിവിടെ 55 100 ഈക്വൽ ടു സം 55 and 100. ഓക്കെ, ഇവിടെ സം ചെയ്ത് വെച്ചു 155 വിച്ച് ഇസ് കറക്റ്റ്. ഞാനിപ്പോൾ ഇത് റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ ഫോർമുല റേഞ്ച് മാറിക്കൊണ്ടിരിക്കും. F2 ഇതാണ് എൻ്റെ ഫോർമുല റേഞ്ച്. നെക്സ്റ്റിൽ ഇതാണ് എൻ്റെ ഫോർമുല റേഞ്ച്. സോ സമ്മ് മാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഫോർമുല എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ എഫും ജിയും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കണം. ആ സമയത്ത് ഫംഗ്ഷൻ F4 ക്ലിക്ക് ചെയ്യുക, F4 ഒന്നും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എഫും ജിയും ലോക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഞാൻ ഇനി ഇത് എത്ര ഡ്രാഗ് ചെയ്താലും 155 മാത്രമേ കിട്ടൂ. ഓക്കെ, പക്ഷെ ഞാൻ താഴോട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സമ്മ കിട്ടും. കാരണം ഞാൻ എഫും ജിയാണ് ലോക്ക് ചെയ്തത്, 30 to 33 ലോക്ക് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് റോയിലേക്ക് പോകുമ്പോൾ 33ൻ്റെ സമ്മ തരും. അതിന് താഴെ പോകുമ്പോൾ ഇതിൻ്റെ സമ്മ വരും. എനിക്ക് അങ്ങനെ ഓരോ സമ്മ മാറി വരും. ഇതിൻ്റെ സമ്മ 0. വൈറ്റ് ഇസ് കമ്മിങ് 0 ബിക്കോസ് ഇതൊരു സെല്ല് മുകളിലാണ്. ഫംഗ്ഷൻ F2 ഇതിൻ്റെ സമ്മ കണ്ടുപിടിച്ചു. ഓക്കെ, ഇതെന്തിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നത്? ഇതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ യൂസ് കേസ്. സോ നമ്മൾ ഫോർമുല ലോക്കിംഗ് എന്താണെന്ന് മനസ്സിലായി. നമുക്ക് കോളം വൈസും റോ വൈസും ലോക്ക് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് വേറെ യൂട്യൂബ് വീഡിയോസ് കണ്ട് ഇത് മനസ്സിലാക്കാവുന്നതാണ്. ബട്ട് ഇത് മനസ്സിലാക്കിയിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. സോ ഈ ഒരു വീഡിയോ അത്രമാത്രമേ എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ വീഡിയോ ലെങ്തി ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ഇത്രയും നിങ്ങൾ പഠിക്കുക. ഇതിൽ ഈ ഒരു സംഭവം നിങ്ങൾ പഠിക്കുക, എന്തായാലും മനസ്സിലാക്കുക. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ വേറെ വീഡിയോസ് കാണാം, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ചെയ്യാൻ ഒരു വീഡിയോ കൂടെ ചെയ്യാൻ തയ്യാറാണ്. ബട്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. That's it for this video. Thank you. Please subscribe and like this video. That's all.